പ്രിയമുള്ളവരെ, ഞാൻ NR അജയ്കുമാർ, തലശ്ശേരി. കേരളത്തിലെ പുരാവൃത്തങ്ങളും പുരാചരിത്രങ്ങളും തേടിയുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് മലബാറിലെ സ്ത്രീകൾ സാരി ഉടുക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു കഥയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തണലിൽ തലശ്ശേരിയിലെ പിന്നോക്ക വിഭാഗമായ തീയ വിഭാഗത്തിന് ബ്രിട്ടീഷുകാരുടെ ഒട്ടനവധി സൗജന്യങ്ങളും സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. 1844 കാലത്താണ് സാരിയും ബ്ലൗസും ഈ മലബാറിലെ സ്ത്രീകൾ തലശ്ശേരി ആദ്യമായി ഉടുത്തതെന്നാണ് പറയുന്നത്. അവർ ബ്രിട്ടീഷുകാരുടെ ഓഫീസുകളിലും അതുപോലെ തന്നെ കയറ്റുമതി കേന്ദ്രങ്ങളിലും എല്ലാം നല്ല ജോലിയിൽ പ്രവേശിച്ചിരുന്നു. പുല്ലമ്പിൽ മൂപ്പൻ, കാരായി ബാപ്പു തുടങ്ങിയ വലിയ സമ്പന്നനായ കച്ചവടക്കാർ കപ്പലിൽ മരങ്ങളും കുരുമുളകും കയറ്റി അയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ കാലത്ത് തീയർ സർക്കാർ ഓഫീസുകളിൽ ധാരാളമായി ജോലിയിൽ കയറി. ഇംഗ്ലീഷ് സ്കൂളിലെ പഠനം അവർക്കിതിന് തുണയായി. തലശ്ശേരി തുറമുഖത്തെ കയറ്റുമതിക്കാരായ ധാരാളം ഗുജറാത്തി കച്ചവടക്കാരും കുടുംബവും പാർസി കുടുംബങ്ങളും തലശ്ശേരി തുറമുഖ കേന്ദ്രം ചുറ്റുമായി താമസിച്ചിരുന്നു. അതിൽ പ്രമുഖനായിരുന്നു ദരാഷ കർസഡ്ജി. പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു ഉപദേശകൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ പഴയ കാലത്ത് നമ്മുടെ സ്ത്രീകൾ വെള്ളമുണ്ടും മാറുമറക്കാൻ ഒരു ചെട്ടിയാർ തോർത്തും ധരിച്ചായിരുന്നു നടന്നിരുന്നത്. എന്നാൽ തീയ സ്ത്രീകൾ ഇതിന് വലിയ മാറ്റം വരുത്തി. അവർ ഗുജറാത്തികളുടെ സാരിയും ബ്ലൗസും സ്ത്രീകൾ ധരിക്കുന്ന രീതിയിൽ ധരിച്ചു നടക്കാൻ തുടങ്ങി. ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നരയും മുണ്ടുമായിരുന്നു തിരുവിതാംകൂറിലൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ തലശ്ശേരിക്കാരാണ് ആദ്യമായി, തലശ്ശേരി സ്ത്രീകളാണ് ആദ്യമായി സാരിയും മുണ്ടും മലബാറിൽ ധരിച്ചതെന്നാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് മറ്റൊരു രസകരമായ വസ്തുത, ശ്രീനാരായണ ഗുരു തലശ്ശേരി വന്നപ്പോൾ നിങ്ങൾ പരിഷ്കാരികളാണ് ല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി. ഞാനീ പറയുന്നത് നമ്മുടെ വേഷവിധാനങ്ങളിൽ പോലും യൂറോപ്യരുടെയും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ വിഭാഗത്തിൻ്റെയും ശൈലികളും രീതികളും തലശ്ശേരിയിലെ സ്ത്രീകൾ, വിശേഷ തീയ സ്ത്രീകൾ പിന്തുടർന്നിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. കാരണം വില്യം ലോഗൻ തന്നെ പറയുന്നുണ്ട്, തലശ്ശേരിയിലെ സ്ത്രീകൾ ഉടുപ്പിലും നടപ്പിലും അവർ യൂറോപ്യരുടെ മാതൃക പിന്തുടരാൻ ശ്രമിക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അജയ്കുമാർ, തലശ്ശേരി.